السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله الموجود بكل زمان المعروف بكل إحسان المعبود بكل مكان المذكور بكل لسان لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا كديم الإحسان يا غفور يا غفار اللهم صل على سيدنا محمد وعلى آل سيدنا محمد أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേനില്ലേ മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ അത് മുഴുവനും മണ്ണായതത്ഭുതമല്ലേ ഗർഭിണികളന്നുണ്ടായിരുന്നാൽ പൊന്നേ പ്രസവിച്ചു പോകും ഭീതിയാലുടൻ തന്നെ അതുപോലെ പാലൂട്ടുന്ന എല്ലാ തള്ളയും മറക്കുന്നതാ അവർക്കുള്ള പിള്ളയെ തന്നെയും وعليك حبي يا رسول الله وعليك حبني يا حبيب الله സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് നാം നിലകൊണ്ട് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. റഹ്മത്തിന്റെ പത്ത് കിട്ടിയവരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിച്ചു പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ നാളൊരു മരണം എന്നുള്ളതും അത് യാഥാർത്ഥ്യമാണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞ് ആ ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വർഗ്ഗത്തെ വല്ലാത്ത ആഗ്രഹിച്ച വ്യക്തിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖബർ കാണുമ്പോൾ എപ്പോഴും മഹാനായ ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ കരയുമത്രേ. ഖബർ കാണുമ്പോൾ
മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുമെന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. എന്താണ് ഉസ്മാൻ തങ്ങളെ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. സ്വഹാബ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഖബറിൽ എങ്ങാനും ഈ ഉസ്മാൻ രക്ഷപ്പെട്ടു പോയാ ബാക്കി മുഴുവനും രക്ഷപ്പെട്ടു പോയി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മുഴുവനും ഖബറിനെ ആലോചിച്ച് പൊട്ടിക്കരഞ്ഞവരാണ്. റസൂലുള്ളാഹിന്റെ മരുമകനാകുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാനും പൊട്ടിക്കരഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയമുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ആയിഷ ബീവിയുടെ മടിത്തട്ടിലാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ തലവെച്ചുകൊണ്ട് കിടക്കുന്നത്. ആ സമയത്ത് ആയിഷ ബീബി പറയുന്നുണ്ട്, എന്റെ റസൂലുള്ളാഹിന്റെ മുടിയിൽ ഞാൻ ഇങ്ങനെ തടവുമായിരുന്നു, റസൂലുള്ളാഹിന്റെ മുടിയിൽ ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് എന്റെ ഹബീബിന്റെ താടി രോമങ്ങളിൽ നിന്ന്, എന്റെ ഹബീബിന്റെ തലമുടിയിൽ നിന്ന് 12 രോമങ്ങൾ നിരച്ചിട്ടുണ്ടായിരുന്നു. സ്വഹാബാ, ആരാണ് പറയുന്നത്? മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്റെ ഹബീബിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ കഴിയുന്ന സമയമുണ്ടല്ലോ, ഈ ലോകത്തോട് വിട പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ എന്റെ ഹബീബിന്റെ തലയിലെ മുടി ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ എന്റെ ഹബീബിന്റെ തലമുടിയിൽ 12 രോമങ്ങള് നരച്ചിട്ടുണ്ടായിരുന്നു. സ്വഹാബാ, എന്റെ ഹബീബിന്റെ മുടിയുണ്ടല്ലോ, തലമുടിയിലെ 12 രോമങ്ങളങ്ങ് നരബാധിച്ചിട്ടുണ്ടായിരുന്നു. സ്വഹാബാ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് മരണത്തിന്റെ അടയാളമാണല്ലോ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് മരണത്തിന്റെ അടയാളമാണല്ലോ. നമ്മുടെ താടി രോമങ്ങൾ നരയ്ക്കുന്നത്, നമ്മുടെ മുടി രോമങ്ങൾ നരയ്ക്കുന്നത് മരണത്തിലേക്ക് എത്തിയെന്നുള്ള അടയാളമാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് മഹാനായ സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് വിളിക്കുന്നു. മുആദേ, ആരാ വിളിക്കുന്നത്? ആദരവായ പ്രവാചകൻ അവിടുന്ന് വിളിക്കുന്നു. മുആദേ, നാളെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയമുണ്ടല്ലോ, വിട വാങ്ങിയിട്ട് ആ ഖബറിൽ നിന്ന് നാളെ പരലോകത്തിലേക്ക് ഈ ഖബറിൽ നിന്ന് പരലോകത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നത് അത് 12 രൂപത്തിലാണ് മുആദേ, 12 കോലത്തിലാണ് മുആദേ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഇൽമിനോട് ആർത്തിയുള്ള, ഇൽമിനോട് താൽപര്യമുള്ള, ഇൽമിനോട് മോഹമുള്ള മുആദ് റളിയല്ലാഹു അവിടുന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ നബിയേ, എങ്ങനെയാണ് നാളെ ഖബറിൽ നിന്ന് പരലോകത്തിലേക്ക് ആ 12 രൂപത്തിലായി 12 കോലത്തിലായി കടന്നു വരാനുള്ള കാരണം എന്താണ് യാ റസൂലല്ലാഹ്? ഒന്നാമതായി മുആദ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, മുആദേ, ഒന്നാമതായി ഖബറിൽ നിന്ന് നാളെ പരലോകത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ലൈസ ലഹും യദാനി വലാ റിജ്ലാനി, ലൈസ ലഹു യദാനി വലാ റിജ്ലാൻ. അവർക്ക് കൈകളുണ്ടാകില്ല മുആദേ, അവർക്ക് കാലുകളുണ്ടാകില്ല മുആദേ. കൈകളില്ലാതെ കാലുകളില്ലാതെ നാളെ പരലോകത്തിലേക്ക് എഴുന്നേറ്റ്, ഖബറിൽ നിന്ന് നാളെ പരലോകത്തിലേക്ക് ഒരു വിഭാഗം എഴുന്നേറ്റ് വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്തും ചോദിക്കുന്നുണ്ട്, മുആദ് തങ്ങളും ചോദിക്കുന്നുണ്ട്, നബിയേ, ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ. നബിയേ, അങ്ങ് പറഞ്ഞല്ലോ കൈകാലുകളില്ലാതെ നാളെ പരലോകത്തിലേക്ക് അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരാനുള്ള കാരണം എന്താണ് യാ റസൂലല്ലാഹ്?
അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, മുആദേ, അവർ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരാ, അവർ അയൽവാസികളെ പ്രയാസപ്പെടുത്തിയവരാണ്, അവർ അയൽവാസികളെ അവരെ കഷ്ടപ്പാടിൽ ആഴ്ത്തിയവരാ. അങ്ങനത്തെ ആളുകളുണ്ടോ? അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ? അയൽവാസികളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടോ? അയൽവാസികളെ കഷ്ടപ്പാടിലാഴ്ത്തുന്നവരുണ്ടോ? അവർ നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് ഏത് രൂപത്തിലെന്നറിയുവോ? ലൈസ ലഹും യദാനി വലാ റിജ്ലാ, അവർക്ക് കാലുകൾ ഉണ്ടാകില്ല സ്വഹാബ, അവർക്ക് കൈകൾ ഉണ്ടാകില്ല സ്വഹാബ. ഈ രൂപത്തിലാണ്, ഈ കോലത്തിലാണ് നാളെ പരലോകത്തിലേക്ക് അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവര് കടന്നു വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഈ നാവ് കൊണ്ട്, നമ്മുടെ ഈ കൈ കൊണ്ട്, നമ്മുടെ ഈ സംസാരം കൊണ്ട് നമ്മുടെ അയൽവാസികളെ വേദനിപ്പിക്കല്ലേ, നമ്മുടെ അയൽവാസികളെ ബഹുമാനിക്കണമെന്നാ റസൂലുള്ള പറഞ്ഞത്, നമ്മുടെ അയൽവാസികളെ ആദരിക്കണമെന്നാണ് ഹബീബ് പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞുവല്ലോ, അക്രിം ജാറക വലൗ കാന കാഫിറാ. അതേ, നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും, നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും, അവിശ്വാസിയാണെങ്കിൽ പോലും അവനവടക്കം ആദരിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, അവനെ അടക്കം സ്നേഹിക്കണമെന്ന്, അവനെ അടക്കം ആദരിക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളാണല്ലോ നമ്മള്. അതുകൊണ്ട് ഒന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയും, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലൈസ ലഹും യദാനി വലാ റിജ്ലാ, കൈകളില്ലാതെ കാലുകളില്ലാതെ ആണ് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. അതല്ലേ തഴവ ഉസ്താദ് പറഞ്ഞതെന്താ? കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേനില്ലേ, മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ. നമ്മൾ ഈ ലോകത്തോട് മരണപ്പെട്ടു പോയിട്ട് കബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അതാ കുഴിച്ചിട്ടിട്ട് പോകുമല്ലോ, അവിടെ അതാ കാലുകൾ വന്നിട്ട് കാലുകൾ വന്നിട്ട് അവിടെ നിന്ന് മേയുമല്ലോ. മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ. നമ്മുടെ ശരീരമാകുന്ന, ആ ബോഡി ഫിറ്റാകുന്ന ശരീരം ആറടി മണ്ണാകുന്ന കബറിലേക്ക് ഇറക്കി വെക്കുമല്ലോ, ആ സമയത്ത് പുഴുക്കൾ വന്ന് തിന്നുവല്ലോ. അവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയുവോ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. എന്റെയും നിങ്ങളുടെയൊക്കെ ജനാസ അവിടെ കൊണ്ടുപോയി കബറിലേക്ക് വെക്കുമ്പോ അവിടെ പുഴുക്കളുണ്ടല്ലോ, ചിതലുകളുണ്ടല്ലോ, പുഴുക്കളുണ്ടല്ലോ. അവർക്ക് വേണ്ടതുപോലെ തിന്നാനുള്ള ആഹാരമായല്ലോ. കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, അത് മുഴുവനും മണ്ണായതത്ഭുതമല്ലേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ സത്യവിശ്വാസികളെ, കണ്ണിന്റെ കുഴിയിൽ വെള്ളം ഇങ്ങനെ നിറയുമല്ലോ, അവിടെ നിന്നതാ നമ്മുടെ ശരീരം മുഴുവനും മണ്ണിനോടങ്ങ് ലയിച്ച് ചേരുമല്ലോ. പിന്നെന്തിനാണ് അഹങ്കരിക്കുന്നത്? എന്തിനാ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാ അവരെ പ്രയാസപ്പെടുത്തുന്നവരെന്തിനാ? അങ്ങനത്തെ ആളുകളാണ് നാളെ പരലോകത്തിലേക്ക് കൈകളില്ലാതെ കാലുകളില്ലാതെ കടന്നു വരുന്നതെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുമ്പോ, നമ്മൾക്ക് അയൽവാസികളോട് കടമയുണ്ട്, നമ്മൾക്ക് അയൽവാസികളോട് ബാധ്യതയുണ്ട്, നമ്മൾക്ക് അയൽവാസികളോട് സ്നേഹം വേണ്ടതുണ്ട്. അവര് പട്ടിണി കിടന്നാ റസൂലുള്ള പറഞ്ഞുവല്ലോ, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ ഒരു വിശ്വാസി വയറ്
കണ്ണെടുക്കുന്നവന് ഫലൈസ മിന്നാ, അവൻ നമ്മളിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവിടുന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗം ആരാണ്? യഹ്ശറൂന ഫീ ഖുബൂരിഹിം അലാ സൂറത്തിൽ അനാസിർ. നാളെ പരലോകത്തിലേക്ക് ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വിഭാഗം ആരാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, മുആദേ, പന്നിയുടെ രൂപത്തിലായിട്ട്, പന്നിയുടെ കോലത്തിലായിട്ട് നാളെ ഒരു വിഭാഗം നാളെ ഖബറിൽ നിന്ന് പരലോകത്തിലേക്ക് എഴുന്നേറ്റ് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് അവിടുന്ന് മുആദ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങനെ പന്നിയുടെ രൂപത്തിലായിട്ട് കടന്നു വരാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആഉലാഇല്ലദീന യതഹൗന ബിസ്സലാഹ്, അവര് നിസ്കാരത്തിലെ അവര് നിസ്കാരമുണ്ടല്ലോ, നിസ്കരിക്കാത്തവരാണ്. നിസ്കാരത്തെ അവർ നിസാരമാക്കിയവരാ. അങ്ങനത്തെ ആളുകളാണ് നാളെ പരലോകത്തിലേക്ക് പന്നിയുടെ രൂപത്തിലായി കടന്നു വരുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ജമാഅത്തുകൾ ഒഴിവാക്കിയവരാണ്. മാത്രമല്ല, മനഃപൂർവ്വമായി നിസ്കരിക്കണമെന്ന് അവർക്കറിയാമല്ലോ. അല്ലാഹുവേ, കാത്തിരക്ഷിക്കണേ അല്ലാഹ്, നിങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. നിസ്കാരത്തെ നിസാരമാക്കി കാണുന്നവരുണ്ടല്ലോ, നിസ്കാരത്തെ നിസാരമാക്കി കാണുന്നവരുണ്ടല്ലോ, നാളെ പരലോകത്തിലേക്ക് അവര് കടന്നു വരുന്ന രംഗമാണ് പറയുന്നതെങ്കിൽ അല്ലാഹുവേ, അവര് പന്നിയുടെ രൂപത്തിലാ അവര് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത്. അത് പന്നിയുടെ രൂപത്തിലാണെന്ന് പറയുമ്പോ, ഇന്ന് നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ നമുക്ക് നിസ്കാരമില്ല, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ നിസ്കാരമില്ല, ഒരു സന്തോഷവേളകൾ നടക്കുമ്പോ നിസ്കാരമില്ല. പോട്ടെ ഒരു കാര്യവും നടക്കാതെ വീട്ടിലിരിക്കുമ്പോ തന്നെ നിസ്കാരമില്ലല്ലോ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഇതുവരെ ചെയ്തതെന്തോ അല്ലാഹു പുറത്തു തരട്ടെ. ഇനിയുള്ള ജീവിതം ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ നങ്ങട്ട് ഞാൻ ഒരു നിസ്കാരവും ഖളാ ആക്കൂല, ഞാൻ ഒരു നിസ്കാരവും നിസ്കരിക്കാതിരിക്കില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഒരാൾ ഉറക്കത്തിൽ പെട്ടു, അത് വിഷയമല്ല, അതൊരു ഉദറുണ്ട്, ഒരു കാരണമുണ്ട്. അങ്ങനത്തെ സമയമല്ലാത്ത സമയങ്ങളുണ്ടല്ലോ, നമ്മൾ നിസ്കാരത്തെ വേണ്ടതുപോലെ കൊണ്ടുപോകാ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പെണ്ണേ, നീ നിന്റെ ദാമ്പത്തിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, ചെറുപ്പക്കാരാ, നീ നിന്റെ ദാമ്പത്തിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമുണ്ടല്ലോ, അന്ന് കല്യാണ പന്തലുകളിൽ നിസ്കാരമില്ല. ഈ നിന്റെ പുതുവായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിസ്കരിക്കാതെയാണല്ലോ കടന്നു വരുന്നതെങ്കിലോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ബർക്കത്താണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക, എന്ത് റഹ്മത്താണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. പള്ളിയിലത്തെ ഉസ്താദ് അവിടെ നിന്ന് വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, അല്ലാഹുവേ, ബാറക്കല്ലാഹു ലകുമാ വ ബാറക അലൈകുമാ വ ജമഅ ബൈനഹുമാ ഫീ ഖൈർ എന്ന് പറഞ്ഞിട്ട് പള്ളിയിലെ ഉസ്താദ് നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടും ഒരു കാര്യമില്ലല്ലോ. ഉസ്താദുമാരും തങ്ങന്മാരും നിനക്ക് വേണ്ടി വന്ന് ദുആ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. നീ നന്നാകാതെ എത്ര ദുആ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. നീ നിസ്കാരം നിലനിർത്താത്തവനാണല്ലോ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂൽ എന്ന് പറയുന്ന ഒരു സ്വഹാബി റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടായിരുന്നു. കണ്ണു കാണാത്ത ഒരു സ്വഹാബിയാ.
കണ്ണ് കാണാത്തൊരു സ്വഹാബിയായിരുന്നു പ്രിയപ്പെട്ടവരെ. അവിടുന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂൽ എന്ന് പറയുന്ന അന്ധനായ കണ്ണ് കാണാത്ത സ്വഹാബി കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എനിക്ക് കണ്ണ് കാണില്ലല്ലോ നബിയേ, ഞാൻ അന്ധനാണല്ലോ യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഇബ്നു ഉമ്മു മക്തൂലും പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടോ നബിയേ, നിസ്കരിക്കേണ്ടതുണ്ടോ നബിയേ? അവിടെന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു മക്തൂലേ, അതേ നിനക്കും നിസ്കരിക്കേണ്ടതുണ്ട്. ഈ ബാങ്ക് കേൾക്കുന്നുണ്ട് മോനെ? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയേ, ഞാൻ ബാങ്ക് കേൾക്കുന്നുണ്ട് നബിയേ. എന്നാ നിനക്കും പള്ളിയിലേക്ക് പോകേണ്ടതുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മക്തൂലേ. ഇതാരാണ്? കണ്ണ് കാണാത്ത സ്വഹാബിയോടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെങ്കിൽ ഒരു വേള തന്റെ ഭാര്യമാരിക്കുന്നുണ്ട്. ആ ഭാര്യമാരിക്കുന്ന സമയത്ത് മുസ്തഫായ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അല്ലയോ ഭാര്യമാരെ, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുക. കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു മക്തൂൽ കടന്നു വരുന്നുണ്ട്. അന്ധനായ സ്വഹാബിയാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് അങ്ങ് കടന്നു ചെല്ലുക. അവിടുന്ന് ഭാര്യമാർ ചോദിക്കുന്നുണ്ട്, നബിയേ, ആ അബ്ദുല്ലാഹി ഇബ്നു മക്തൂലിന് കണ്ണ് കാണൂലല്ലോ, അതുകൊണ്ട് നബിയേ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ടൊരു ചോദ്യം, ആയിഷ, തിരിച്ചും നിങ്ങളും അതുപോലെയാണോ? നിങ്ങൾക്ക് കണ്ണ് കാണുമല്ലോ, അതുകൊണ്ട് പോയി അകത്തേ ഇരിക്കൂ ആയിഷ എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി വളരെ കുസൃതിക്കാരിയാണ്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മൾ ആയിഷ ബീബിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, രണ്ടാമത്തെ വിഭാഗം അത് നിസ്കാരത്തെ ഉപേക്ഷിച്ചവരാണ്, നിസ്കാരത്തെ നിസ്സാരമാക്കിയവരാണ്, നാളെ പരലോകത്തിലേക്ക് പന്നിയുടെ രൂപത്തിലായി കടന്നു വരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പറഞ്ഞു തരുമ്പോ, മൂന്നാമതായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരേ, മൂന്നാമതായ ആ ഖബറിൽ നിന്ന് നാളെ പരലോകത്തിലേക്ക് ഒരു ജാൻ അകലമാനം സൂര്യൻ നിൽക്കുന്ന സമയത്ത് ആ പരലോകത്തിലേക്ക് എഴുന്നേറ്റ് ഖബറിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ വിഭാഗം ആരാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുന്നു, അവരുടെ വയറ് മുഴുവനും തീയാ, പാമ്പുകൾ കൊണ്ടും തേളുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, അവരുടെ വയറ് മുഴുവനും തീയാകാൻ അവരുടെ ശരീരത്തിലും അതുപോലെ തന്നെ പാമ്പുകളും തേളുകളാകാനുള്ള കാരണം എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുന്നു, മോനെ മുആദേ, സക്കാത്തിന്റെ മുതൽ തടഞ്ഞു വെച്ച ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾ നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുവോ? സമ്പത്തുണ്ടായിട്ട് ആ സമ്പത്തിന്റെ മുതലാകുന്ന അല്ലാഹുവേ സക്കാത്തിന്റെ മുതൽ തടഞ്ഞു വെച്ചവരുണ്ടോ, അവര് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് അവരുടെ വയറ് മുഴുവനും തീയാ, അവരുടെ അല്ലാഹുവേ ശരീരം പാമ്പുകളും തേളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാ. അവരാരാണ് നബിയേ? അവരാണ് സക്കാത്തിന്റെ മുതൽ തടഞ്ഞു വെച്ചവരെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിൽ പെട്ടിരുന്നൊരു മഹാനുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽപ്പെട്ട സഅലബ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞാലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും സുബഹി നിസ്കാരം കഴിഞ്ഞാലും വേഗം വീട്ടിലേക്ക് ഓടി ചെല്ലുന്നൊരു സ്വഹാബിയാ. അസ്റിനും അങ്ങനെ തന്നെയാ, ളുഹ്റിനും അങ്ങനെ തന്നെയാ. എല്ലാ വഖത് നിസ്കാരം കഴിഞ്ഞാ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാ. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് കൈയോടെ പിടിക്കുന്നു, സഅലബ
സഅലബാ, എന്തേ മോനെ നീ ഇങ്ങനെ ഓടിച്ചെല്ലുന്നത്? എന്തേ നീ നിസ്കാരത്തിന് ദുആഇന് നിൽക്കാതെ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനം കാണിക്കുന്നത് പോലെ, ഇന്നത്തെ പുത്തൻവാദികൾ കേൾക്കുന്നത് പോലെ, അവര് കാട്ടിക്കൂട്ടുന്നത് പോലെ നിസ്കാരം കഴിഞ്ഞാ പെട്ടെന്ന് തന്നെ ഓടുകയാ. സഅലബാനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോ സഅലബ പറഞ്ഞു, നബിയേ എനിക്കാകെ ഉള്ളതൊരു വസ്ത്രം മാത്രമാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ എനിക്കുള്ളതാകെ ഒരു വസ്ത്രം മാത്രമാണ് നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഈ നല്ല വസ്ത്രം ഊരിയിട്ട് കൊടുക്കണം എന്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഈ വസ്ത്രം ഊരി കൊടുത്തിട്ട് വേണം നബിയെ എന്റെ ഭാര്യ നിസ്കരിക്കാനെന്ന് സഅലബ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ സ്വഹാബിയിൽ പെട്ടിരുന്ന ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ എനിക്ക് കുറച്ച് സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട്, എനിക്ക് കുറച്ച് സമ്പന്നനാകാൻ വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് സഅലബ എന്ന് പറയുന്ന സ്വഹാബിയോട് പറഞ്ഞു വത്രേ, വേണ്ട സഅലബ, സമ്പത്ത് നിനക്ക് നാശമാ. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും എല്ലാ സമുദായത്തിനും ഓരോ പരീക്ഷണങ്ങളുണ്ട്. എല്ലാ ഉമ്മത്തിനും ഓരോ പ്രയാസങ്ങളുണ്ട്, ഓരോ പരീക്ഷണങ്ങളുണ്ട്. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിനും ഓരോ ഫിത്നയുണ്ടല്ലോ. വഫിത്നതി ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിന്റെ ഫിത്ന എന്നുള്ളത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. എന്റെ ഉമ്മത്തിന്റെ ഫിത്ന, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം എന്നുള്ളത് അൽമാൽ, അത് സമ്പത്താണെന്ന് പഠിപ്പിച്ചത് ആരാണ്? നബി മുഹമ്മദ് മുസ്തഫ. സമ്പത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നവരെ, എല്ലാതും പിടിച്ചു പറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഓർത്തുകൊള്ളുക. റസൂലുള്ളാഹിന്റെ സ്വഹാബിയാകുന്ന സഅലബ പറയുന്നു, നബിയേ എനിക്ക് കുറച്ച് സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, മോനെ സഅലബ, സമ്പത്ത് നിനക്ക് നാശമാണ്. അവിടെ നബി തങ്ങളോട് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു. ആരാണ് സഅലബ എന്നറിയുവോ? ഹമാമത്തുൽ മസ്ജിദി, പള്ളിയുടെ മാടപ്രാവെന്ന് പറഞ്ഞ സ്വഹാബികളെ വിശദീകരിച്ചു. പള്ളിയുടെ മാടപ്രാവെന്ന് പറഞ്ഞ ഹമാമത്തുൽ മസ്ജിദി, പള്ളിയുടെ മാടപ്രാവെന്ന് സ്വഹാബത്ത് പറഞ്ഞ ആ സഅലബ ആലോചിച്ചു നോക്കിയേ. പള്ളിയുടെ മാടപ്രാവെന്ന് സ്വഹാബത്ത് വിളിച്ച സഅലബ, ആ സഅലബക്ക് അല്ലാഹു സമ്പത്ത് കൊടുക്കുകയാണ്, ഒരാടിനെ കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ എന്റെ സഅലബക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, നീ കൊടുത്ത ആട്ടും കൂട്ടത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നിരന്തരം പള്ളിയുമായി ബന്ധമുണ്ടായിരുന്ന സഅലബ സുബ്ഹിക്ക് വന്നിരുന്ന, ളുഹ്റിന് വന്നിരുന്ന, ഹസ്റിന് വന്നിരുന്ന, ഇശാക്ക് വന്നിരുന്ന, വഅരിബിന് വന്നിരുന്ന, എല്ലാ നിസ്കാരത്തിനും 5 വഖത്ത് നിസ്കാരത്തിന് വന്നിരുന്ന സഅലബയുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. പിന്നെ സഅലബ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ? എല്ലാ സമയവും 5 വഖത്തിനും പള്ളിയിലേക്ക് കടന്നു വന്ന സഅലബയുണ്ടല്ലോ ഉമ്മമാരെ, സഅലബയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. പിന്നെ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ? പിന്നെ ആഴ്ചയിൽ മാത്രമാകുകയാണ്. ഓരോ വഖത്തിനും വന്നിരുന്ന സഅലബ പിന്നെ 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 കുറയുകയാണ്. പിന്നെ ആഴ്ചയിൽ വരാൻ തുടങ്ങി. പിന്നെ അതാ ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം പള്ളിയിലേക്ക് വരാൻ തുടങ്ങിയല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് സ്വഹാബത്തിന് വിളിക്കുന്നു, സ്വഹാബ
ഐന സഅലബ, എവിടെയാണ് എന്റെ സഅലബ? സ്വഹാബത്ത് പറയുന്നു നബിയേ യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് പറയുന്നു നബിയേ യാ റസൂലല്ലാഹ്, സഅലബ വലിയ ബിസിനസ്മാനായപ്പോ സഅലബക്ക് തിരക്കായി നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അന്നേ ഞാൻ പറഞ്ഞതാണ് സഅലബാനോട്, അന്നേ ഞാൻ പറഞ്ഞതാണ് നിനക്ക് നാശമാണ് സഅലബ, സമ്പത്ത് നിനക്ക് നാശമാണ് സഅലബ, അന്നേ ഞാൻ പറഞ്ഞതാണ് സ്വഹാബ. അവിടെ സക്കാത്തിന്റെ സമയമായപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് സക്കാത്തിന്റെ മുതൽ മേടിച്ചു വരാൻ വേണ്ടിയിട്ടു രണ്ട് സ്വഹാബികളെ സഅലബാന്റെ മുമ്പിലേക്ക് പറഞ്ഞേക്കപ്പോ സഅലബ പറയുന്നു, എന്റെ കയ്യിൽ സക്കാത്തിന്റെ മുതലില്ല, എന്റെ കയ്യിൽ സക്കാത്തിന്റെ മുതലില്ല, ഇത് മുഴുവനും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് മുഴുവനും ഉണ്ടല്ലോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സഅലബ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ സ്വഹാബി അവിടുന്ന് നിഷേധിക്കുകയാ. ആ സ്വഹാബി പറയുന്നു, നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ആ സ്വഹാബി പറയുന്നു, നബിയേ സഅലബ സകാത്തിന്റെ മുതൽ തരുന്നില്ല യാ റസൂലല്ലാഹ്, സഅലബ സകാത്തിന്റെ മുതൽ തടഞ്ഞു വെച്ചു നബിയേ എന്നവിടുന്ന് സഅലബാനെ കുറിച്ചിട്ട് ആ സ്വഹാബി റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, ഇനി നമുക്ക് എന്തിനാണ് സഅലബന്റെ സകാത്തിന്റെ മുതൽ എന്തിനാ? അന്നേ ഞാൻ പറഞ്ഞതാണ് നാശമാണെന്ന്. ഇപ്പോ കണ്ടില്ലേ സ്വഹാബാ, റസൂലുള്ളാഹിന്റെ കാലശേഷം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രാജ്യം ഭരിക്കുന്ന സമയമാണ്, ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫയായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് കടന്നു വന്നിട്ട് സഅലബ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടായിരുന്നുവല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ആയിരുന്ന ആ സഅലബ എന്ന് പറയുന്ന സ്വഹാബിയായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സ്വഹാബിയായിരുന്ന ആ ചെറുപ്പക്കാരൻ ഓടി വന്നുകൊണ്ട് അവിടുന്ന് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ കൊടുക്കാത്ത സകാത്തിന്റെ മുതല് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്ലാമിക രാഷ്ട്രം ഭരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നു കൊടുത്തപ്പോ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എന്റെ റസൂലുള്ളാഹി തങ്ങളുള്ള കാലഘട്ടത്തിലുള്ള സമയത്ത് നിനക്ക് കൊടുക്കാൻ പറ്റാത്ത സകാത്തിന്റെ മുതല് ഞങ്ങൾക്ക് വേണ്ട സഅലബ. അവസാനമുണ്ടല്ലോ സഅലബ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പറയുമ്പോ സകാത്തിന്റെ മുതല് തടഞ്ഞു വെക്കല്ലേ. അതാണല്ലോ റസൂലുള്ളാഹി തങ്ങൾ മുആദ് ബിൻ ജബൽ തങ്ങളോട് പറയുന്നത്, മുആദേ അവരുടെ വയറ് നിറയെ തീയാണ്, പാമ്പുകൾ കൊണ്ടും തേടുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്തെന്നറിയുമോ? അവർ അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് സകാത്തിന്റെ മുതൽ തടഞ്ഞു വെച്ചത് കൊണ്ടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഓടിച്ചു പോകുകയാണ്. മഹാനായ മുആദ് തങ്ങൾ വീണ്ടും ചോദിക്കുന്നു, നബിയേ മൂന്നാമത്തെ വിഭാഗം ഇവരാണെങ്കിൽ നാലാമത്തെ വിഭാഗം ആരാ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, വായിലൂടെ ഛർദിക്കുകയാ, രക്തം ഛർദിക്കുന്ന രൂപത്തിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് മുആദിനോട് പറയുന്നു, മോനെ അവരാരെന്നറിയുമോ? നുണ പറയുന്നവരാ, നുണ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനത്തെ ആളുകളാണ് നാളെ പരലോകത്തിലേക്ക് വരുന്നത്. വായിലൂടെ ഛർദിക്കുന്ന
രൂപത്തിൽ. എങ്ങനത്തെ ഛർദിക്കുന്ന രൂപമാണെന്നറിയുമോ? രക്തം ഛർദിക്കുന്ന രൂപത്തിലായിട്ടാണ് അവർ നാളെ പരലോകത്തിലേക്ക് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോ ഖദീജ ബീബി കച്ചവടത്തിനഴിച്ചല്ലോ അല്ലാഹുവിന്റെ ഹബീബിനെ. അല്ലാഹുവിന്റെ ഹബീബ് ഒരു കച്ചവടം ചെയ്യുമായിരുന്നുവല്ലോ. റസൂലുള്ളാഹി തങ്ങൾ ഒരു വിശ്വസ്തനായിരുന്നുവല്ലോ. ഖദീജ ബീബി കൊടുത്തയച്ച കച്ചവട സാധനവുമായിട്ട് കമ്പോളത്തിൽ പോയിട്ട് കച്ചവടം ചെയ്യുമ്പോ ആദ്യമായി റസൂലുള്ള പറയുന്നത് എന്തെന്നറിയുമോ? ഇത് ഇന്ന പഴക്കമുള്ള സാധനമാണ്, ഇത് ഇത്ര ദിവസത്തോളം പഴക്കമുള്ള സാധനമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. ഇതുപോലൊരു പഠിപ്പിച്ചൊരു പ്രവാചകനില്ല. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഈ കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ, നുണ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ, അവര് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് രക്തം ഛർദിക്കുന്നവരുടെ രൂപത്തിലാ. അവർ നാളെ ഖബറിൽ നിന്ന് പരലോകത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കച്ചവടക്കാരേ, ബിസിനസ്സുകാരേ, നുണ പറഞ്ഞിട്ടൊരു കച്ചവടം നമുക്ക് വേണ്ട. കള്ളം പറഞ്ഞിട്ടൊരു കച്ചവടം നമുക്ക് വേണ്ട. ദുനിയാവിൽ നീ രക്ഷപ്പെടുമെങ്കിലും നാളെ പരലോകത്ത് നിന്നെ പടച്ചവന് വെറുതെ വിടൂല. ആളുകളെ പറ്റിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുണ്ടോ? അവിടെ തൂക്കിലും ഇളക്കിലും നിങ്ങൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു സംഭവം തൂക്കുമ്പോ അതിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ? അളവില് നിങ്ങൾ കുറവ് വരുത്തിയിട്ടുണ്ടോ? അല്ലാഹു നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അങ്ങനത്തെ ആളുകളുണ്ടല്ലോ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾക്ക് നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. അവിടെ നിന്ന് അഞ്ചാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുകയാണ്. മുആദ് തങ്ങളോട് പറയുന്നു, മുആദേ, നാളെ പരലോകത്തിലേക്ക് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ശവത്തേക്കാൾ ദുർഗന്ധത്തിലാണ്, ശവത്തേക്കാൾ ദുർഗന്ധമുള്ള ആ മണവുമായിട്ടാണ് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, അങ്ങനെ വരാനുള്ള കാരണം എന്താണ് യാ റസൂലല്ലാഹ്? അല്ലാഹനെ പേടിക്കാതെ സൃഷ്ടികളെ പേടിച്ചുകൊണ്ട് അമല് ചെയ്യുന്നവരാണ് മുആദേ. ആലോചിച്ചു നോക്കിയേ മുഅ്മിനീങ്ങളെ, അല്ലാഹനെ അവർക്ക് പേടിയില്ല. ഈ ലോകം തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹനെ അവർക്ക് പേടിയില്ല. അവർക്ക് പേടി എന്താ? അപ്പുറത്തെ വീട്ടിലെ മമ്മദാക്ക, അപ്പുറത്തെ വീട്ടിലത്തെ സൈബ് താത്ത, അപ്പുറത്തെ വീട്ടിലത്തെ ആളുകൾ ഞങ്ങളെ നോക്കിയിട്ട് ഞാൻ നിസ്കരിക്കില്ലല്ലോ, അവരറിയാമോ, അവരെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ അഹമ്മദ് എന്നെ കൂട്ട് എന്ത് വിചാരിക്കും? ഞാൻ വീട്ടിൽ നിന്ന് തറാവീഹിക്ക് പോയിട്ടില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ സൈനപദാത്ത എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പേടിച്ചിട്ട് അല്ലാഹനെ പേടിക്കാത്തവരാണ് നാളെ പരലോകത്തിലേക്ക് ശവത്തേക്കാൾ ദുർഗന്ധമായ രൂപത്തിൽ കടന്നു വരുന്നത് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, മുആദേ, ഇതാണ് അഞ്ചാമത്തെ വിഭാഗം. ആറാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവേ, പിരടി ഒരു ഭാഗത്തിലേക്ക് ചെരിഞ്ഞിട്ടുണ്ട്, മറ്റേ ഭാഗം ഇങ്ങോട്ടും ചെരിയുന്ന രൂപത്തിൽ, അങ്ങനെ രൂപം തലകുത്തനെയായിട്ട് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് തങ്ങളോട് പറയുമ്പോ മുആദ് തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങനെ വരാനുള്ള കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുന്നു, അങ്ങനെ വരാനുള്ള കാരണം എന്തെന്നറിയുവോ? അവര് കള്ളസാക്ഷി പറഞ്ഞവരാ.
കള്ളസാക്ഷി പറഞ്ഞവരാ. നാളെ അതാ കള്ളസാക്ഷി പറഞ്ഞവര് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ? ഇവിടെ നിയമത്തിനൊരു വിലയുമില്ലാത്ത കാലഘട്ടമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവസാനം ഒരു കാലഘട്ടം കടന്നു വരും സ്വഹാബാ. ആ കാലഘട്ടത്തില് ഭരണാധികാരി അമീറൻ ജായിറാ ലാ യർഹമുഹു, അവർക്ക് യാതൊരു കരുണയുമില്ലാത്തൊരു ഭരണാധികാരിയെ നിങ്ങളുടെ മേലില്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എനിക്ക് ശേഷം ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട്. അന്നത്തെ ഭരണാധികാരി നിയമങ്ങളെയെല്ലാം മാറ്റിമറിക്കുമല്ലോ. ഇന്നത്തെ ഭരണകൂടം അങ്ങനെയാണല്ലോ. ഇവിടെ തെറ്റ് ചെയ്യുന്നവന് രക്ഷപ്പെടാമല്ലോ, അവിടെ തെറ്റ് ചെയ്യുന്നവടെ രക്ഷപ്പെടാമല്ലോ ഈ ദുനിയാവിലെങ്കിൽ. നാളെ പരലോകത്ത് രക്ഷയില്ലല്ലോ. തൗബ ചെയ്താ രക്ഷപ്പെടുമെന്നല്ലാതെ നാളെ പരലോകത്ത് രക്ഷയില്ലല്ലോ. ഇന്ന് ഇവിടെ 10 ആളെ കൊന്നവരെയും 100 ആളെ കൊന്നവരെയും 4 ആളെ കൊന്നവരെയും ഉമ്മയെയും വാപ്പയും കശാപ്പ് ചെയ്യുന്നവരെയും ഇന്ന് കോടതി വെറുതെ വിടുന്ന കാലമാണല്ലോ. താൽക്കാലികമായിട്ട് ശിക്ഷ വിധിച്ചെങ്കിലും അവർക്ക് അതിനുള്ള ശിക്ഷ വിധിക്കുന്നതും വളരെ പ്രയാസമില്ലാത്ത കാലഘട്ടമാണല്ലോ. നന്മ ചെയ്യുന്നവനെ ശിക്ഷിക്കപ്പെടുന്ന കാലവാ. നല്ലത് സമൂഹത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചവനെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന കാലമാ. ഏതോ ചില ജാഹിലീങ്ങൾ പറഞ്ഞു പരത്തുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് തുള്ളി നടക്കുന്ന ചില ജാഹിലീങ്ങളാകുന്ന ആളുകളുണ്ടല്ലോ. സ്വന്തം ബുദ്ധിക്ക് പോലും ചിന്തിക്കാത്ത രൂപത്തിൽ അവരെന്തോ പറയുന്നു, അവരെന്തോ ചിന്തിക്കുന്നുണ്ട്, അവരെന്തോ പറയുന്നതനുസരിച്ചിട്ട് അതുപോലെ കൊങ്കരം കുട്ടിയിട്ട് പെങ്കൂസന്മാരെ പോലെ തുള്ളി നടക്കുന്ന ചെറുപ്പക്കാരാ. നാളെ നിന്നെ റബ്ബ് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു നിന്നെ കാത്ത് രക്ഷിക്കട്ടെ. റസൂലുള്ള പറയുകയാണ്, കള്ളസാക്ഷി പറയുന്നവരുണ്ടല്ലോ അവർ നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് അവരുടെ തല കുത്തനെയായിട്ടാണെന്ന് മുഹമ്മദ് റസൂലുള്ള. അതായത് പിരടി ഒരു ഭാഗത്തേക്ക് വെട്ടേറ്റ രൂപത്തിൽ ഇങ്ങനെ തലകുത്തനെയായിട്ടാണ്. 7ാമത്തെ വിഭാഗം റസൂലുള്ള പറയുകയാണ്, വായിൽ നാവില്ലാതെ കടന്നു വരും ഒരു വിഭാഗമെന്ന് മുഹമ്മദ് മുസ്തഫ. നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന 7ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അവിടെ വായിലെ നാവില്ലാതെ കടന്നു വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടുന്ന് മുആദ് ബിൻ ജബൽ തങ്ങൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങനെ അവര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരാനുള്ള കാരണം എന്താണ് നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യതീമക്കളുടെ മുതൽ തിന്നവരുണ്ടോ, യതീമക്കളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ പിരിവ് നടത്തിയിട്ട് അവരുടെ സമ്പത്ത് തിന്നുന്ന മക്കളുണ്ടോ, അവരുടെ സമ്പത്ത് തിന്നുന്ന ചെറുപ്പക്കാരുണ്ടോ? ഇത്ര യതീമക്കൾ ഈ സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ പൈസ വിരിച്ചിട്ട് സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്ന, സ്വന്തം വയറ് നിറയ്ക്കുന്ന എത്രയോ യതീം ഖാനകളുണ്ടല്ലോ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾ അല്ലാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നാളെ നീ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് വായിൽ നാവില്ലാതെയാണെന്നോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ യതീമക്കൾ എന്ന് വെച്ചാ ആരാ? റസൂലുള്ളാഹി പറഞ്ഞല്ലോ, യതീമക്കൾ എന്ന് പറയുമ്പോ നാളെ പരലോകത്ത് അവർ ഇപ്രകാരമാണ്, ഹഖദാ ഹഖദാ ഹഖദാ, ഇപ്രകാരമാണ് നാളെ അവരെന്റെ കൂടെ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഈ വിരലുകൾ എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ടോ അതുപോലെയാണ് നാളെ യതീമക്കൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ കാരണം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ യതീമായി കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണത്. യതീമീങ്ങൾ
മുഅ്മിനീങ്ങളോട് നിങ്ങൾ തർക്കിക്കല്ല നബിയേ, അവരെ നിങ്ങൾ ആട്ടി ഓടിക്കല്ല നബിയേ, അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കല്ല നബിയേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ടല്ലോ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ മുത്തു മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നാളെ പരലോകത്തിലേക്ക് എട്ടാമതായി കടന്നു വരുന്നത് ആരെന്നറിയുമോ? തലകുത്തനെയായിട്ട് നാളെ പരലോകത്തിലേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ അവരാരാണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അവരാരെന്നറിയുമോ? തെറ്റുകൾ ചെയ്യുന്നവരാണ്. അത് മാത്രമല്ല, തെറ്റുകൾ ചെയ്തിട്ട് തൗബ ചെയ്യാത്ത ആളുകളുണ്ടല്ലോ, അവർ നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് തലകുത്തനെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ മുത്തു മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നാളെ പരലോകമുണ്ടല്ലോ, ആ പരലോകത്തിലേക്ക് ഒമ്പതാമതായി കടന്നു വരുന്ന വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ മുഖം ഇങ്ങനെ കറുത്ത് പോയിട്ടുണ്ട്, മുഖമാകെ ഇങ്ങനെ കറുത്ത് നിൽക്കുകയാണ്. പേടിപ്പിക്കുന്ന രൂപത്തിൽ, കണ്ടാ ഭയക്കുന്ന രൂപത്തിൽ ഒരു വിഭാഗം നാളെ പരലോകത്തിലേക്ക് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങ പറഞ്ഞപ്പോ സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, നബിയേ നബിയേ യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ? ഒമ്പതാമതായി കടന്നു വരുന്ന ഖബറിൽ നിന്ന് അങ്ങ് പരലോകത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന ഒമ്പതാമത്തെ വിഭാഗം ഇങ്ങനെ കടന്നു വരാനുള്ള കാരണം എന്താണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, അവര് നുണ പറയുന്നവരാ, അവര് നുണ പറയുന്നവരാ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാളെ പരലോകത്തിലേക്ക് പത്താമതായി ഒരു വിഭാഗം കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ടെന്നു ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ആ 10ാമത്തെ വിഭാഗം ആരാണ് യാ റസൂലല്ലാഹ്? കാളയുടെ മുഖമായിട്ട് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ആദരവായ റസൂലുള്ളാഹ് പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അവരാരാണ് നബിയേ? അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അവര് മദ്യപാനികളാണ്, മദ്യപാനികളാണ്. അവര് മൃഗത്തിന്റെ രൂപത്തിലായിട്ടാണ് നാളെ കടന്നു വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മദ്യം എന്നുള്ളത് സർവ്വത്തെമ്മാടിത്തരത്തിന്റെയും തലയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു പോയെങ്കില് ഇന്ന് ലഹരിക്കടിമപ്പെട്ടു പോകുന്ന കാലമാണല്ലോ, കണ്ടില്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് റസൂലുള്ളാഹി ഉമ്മത്തിനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മുഴുവൻ തെമ്മാടിത്തരത്തിന്റെയും തലയാണ് മദ്യമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് മദ്യപിച്ചുകൊണ്ട് MDMA അടിമപ്പെട്ടുകൊണ്ട് കഞ്ചാവിനടിമപ്പെടുന്ന കാലവാ, ലഹരിക്കടിമപ്പെടുന്ന കാലമാ, MDMAക്ക് അടിമപ്പെടുന്ന കാലവാ, മയക്കമരുന്നിന് അടിമപ്പെടുന്ന കാലവാ. അങ്ങനെ
അങ്ങനത്തെ ആളുകൾ നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് മൃഗത്തിന്റെ രൂപത്തിൽ കാളയുടെ രൂപമായിട്ടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുമ്പോ മദ്യം കുടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, അവരാണ് നാളെ പരലോകത്തിലേക്ക് മൃഗത്തിന്റെ രൂപത്തിലായി കാളയുടെ മുഖമായിട്ട് കൊമ്പുകളായിട്ട് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നതെന്തോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 11ാമത്തെ വിഭാഗത്തെ പറ്റിയിട്ട് റസൂലുള്ള പറയുകയാ, വെള്ളപ്പാണ്ട് ബാധിച്ചവരായിട്ട് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട് സഹാബ. മഹാനായ മുആദ് ബിൻ ജബൽ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വെള്ളപ്പാണ്ട് ബാധിച്ചിട്ട് വൃത്തങ്ങൾ ഇങ്ങനെ പൊട്ടിയൊലിക്കുന്ന രൂപത്തില് അവിടെ കടന്നു വരാനുള്ള കാരണം എന്താണ് നബിയേ? ആ സമയത്ത് അവിടുന്ന് സ്വഹാബത്തിനോട് മഹാനായ റസൂലുള്ള പറയുന്നു, സഹാബാ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ, അവരെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടോ, അവരെ കഷ്ടപ്പാടിലാഴ്ത്തുന്നവരുണ്ടോ? അങ്ങനത്തെ ആളുകൾ നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ സ്വഹാബാ? ഉമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന യുവാക്കളെ, അവരെ പ്രയാസപ്പെടുത്തുന്ന ചെറുപ്പക്കാരിമാരെ, ഈ നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന രംഗമാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചു തരുന്നതെങ്കിൽ അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഉമ്മയെ കൊല്ലപ്പെടുത്തുന്ന കാലവാഹ, ഉമ്മയുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഉമ്മയെ കൊലപ്പെടുത്തുന്ന കാലവാഹ, അല്ലാഹുവേ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന മക്കളെ, നിങ്ങൾ നാളെ പരലോകത്ത് വരുന്നത് ഈ രൂപത്തിലാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഉമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളുണ്ടോ, ഉമ്മയെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടോ, അവർക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രവാചകനുണ്ട്, ഒരു നായകനുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ. 12ാമത്തെ വിഭാഗത്തെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അവിടുന്നതാ 12ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്ന രൂപത്തിലായി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ വാഹിലനാ മിൻഹും. ആമീൻ പറയും മുഅ്മിനീങ്ങളെ. അല്ലാഹുമ്മ ജഅൽനാ വാഹിലനാ മിൻഹു. അല്ലാഹു അത്രയും വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ 11 വിഭാഗത്തിലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. 12ാമത്തെ വിഭാഗം റസൂലുള്ള പറയുന്നുണ്ട്, അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്ന രൂപത്തിലായിട്ട് നാളെ പരലോകത്തിലേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അത്രയും വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, മുആദ് ബിൻ ജബൽ തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബിയേ, അങ്ങനെ പ്രകാശിക്കുന്ന രൂപത്തിൽ കടന്നു വരുന്നത് ആരാണ്? അവർ മുത്തഖീങ്ങളാണ്, അവർ അല്ലാഹുവിനെ ഭയഭക്തിയോടെ ജീവിക്കുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും വിഭാഗത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്രയും വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ 12 വിഭാഗമുണ്ടല്ലോ, ഇവര് ഖബറിൽ നിന്ന് വരുന്നത് ഇങ്ങനത്തെ രൂപത്തിലാണ്. ഈ ഒരൊറ്റ വിഭാഗത്തിലേ നമ്മൾ പെടാൻ
പാടുള്ളൂ. അവസാനം പറഞ്ഞൊരു വിഭാഗമുണ്ടല്ലോ, മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കടന്നു വരുന്നൊരു വിഭാഗമുണ്ടല്ലോ. ആ വിഭാഗത്തിൽ പെടാ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഇന്ന് ചില വല്യാപ്പമാരുണ്ടല്ലോ, ചില വയസ്സായ ആളുകളുണ്ടല്ലോ, ഞാൻ 5 വക്തും പള്ളിയിലേക്ക് പോകുന്നവനാണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, ഞാൻ 5 വക്തും നിസ്കരിക്കുന്നവനാണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് യുവാക്കൾ പോയാൽ പോലും കളിയാക്കുന്ന വാപ്പാ. യുവാക്കൾ പള്ളിയിലേക്ക് തറാവീക്ക് വരുമ്പോ, മഗ്രിബിന് വരുമ്പോ, ളുഹറിന് വരുമ്പോ, ഇശാക്ക് വരുമ്പോ നീ അവരെ കൊങ്കനം കുത്തിയിട്ട് കളിയാക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്മാരെ കളിയാക്കുന്ന പിതാക്കളെ, എന്തും എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നവരെ, നിങ്ങളെക്കാളും ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തിരഞ്ഞെടുത്തതാരെയാ? റസൂലുള്ളാഹി പറഞ്ഞല്ലോ, യുവാക്കൾ എന്ന് പറയുമ്പോൾ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ. യുവാക്കളാകുന്ന ചെറുപ്പക്കാർ അവരുടെ യുവത്വം നല്ലതിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, തഖ്വ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നിന്റെ യുവത്വത്തെ ചിലവഴിച്ച മോനെ, നിനക്ക് നാളെ അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ചെറുപ്പക്കാരന്മാരെ കളിയാക്കുന്ന കുറച്ച് വയസ്സായ ഉപ്പമാരുണ്ട്. അവൻ വെറും വെള്ളിയാഴ്ച മാത്രമാണ് പള്ളിയിലേക്ക് വരുന്നത്. അവൻ മാത്രം നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രമാണ് പള്ളിയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ റമളാൻ കടന്നു വരുമ്പോ മാത്രമാണ് അവൻ 5 വക്ത് പള്ളിയിൽ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളെ വിമർശിക്കുന്ന വാപ്പമാരെ, ചിന്തിച്ചു പോകുക, അല്ലാഹു നിന്നെ വെറുതെ വിടൂല. ചില ആളുകൾ അങ്ങനെയാണല്ലോ, ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, എനിക്ക് സ്വർഗ്ഗം ഉറപ്പാ, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, എനിക്ക് സ്വർഗ്ഗം ഉറപ്പാ എന്ന് പറഞ്ഞിട്ട് ബീംബളക്കി നടക്കുന്ന ചില ചെറുപ്പക്കാരന്മാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. മറ്റുള്ളവരെ വിമർശിക്കുക. ചെങ്ങായി പള്ളിക്കും പോണില്ല, ഒന്നിനും പോണില്ല, വീട്ടിലിരുന്നോട്ടെ, വീട്ടിലിരുന്ന് ഇബാദത്ത് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലേ വിമർശനങ്ങൾ വരുന്നത്, അപ്പോഴല്ലേ പ്രയാസങ്ങൾ വരുന്നത്. എന്നിട്ട് ഈ തലമ കയറ്റി നടക്കുക. ഇപ്പൊ 4 റക്അത്ത് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ആകെ മാസങ്ങളായിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഈ വാപ്പങ്ങനെ ചെറുപ്പക്കാരന്മാരെ കുറ്റം അങ്ങനെ പറയാ. അങ്ങനത്തെ ആളുകളുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ചില ആൾക്കാർ അങ്ങനെയാണ്, അവര് നിസ്കരിക്കുന്ന നിസ്കാരം മാത്രം അല്ലാഹു സ്വീകരിക്കുള്ളൂ, അവര് കൊടുക്കുന്ന സ്വതക്ക മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുള്ളൂ, അവര് കൊടുക്കുന്ന സ്വതക്കയും അവർ ഓതുന്ന ഖുർആൻ അല്ലാഹു സ്വീകരിക്കും. അവർ നിസ്കരിക്കുന്ന നിസ്കാരം മാത്രം അല്ലാഹു സ്വീകരിക്കുള്ളൂ, അവർ കൊടുക്കുന്ന സ്വതക്ക മാത്രം അല്ലാഹു സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞത് ബീബളയ്ക്ക് നടക്കുന്ന ചില ആളുകളുണ്ട്. എന്തിനെ പറ്റും? നമ്മൾ വെറും ചണ്ടികളാണ്. അള്ളാഹിന്റെ കരുണയില്ലാതെ നമ്മൾ ഒരു രക്ഷയില്ല. ചണ്ടികൾ എന്ന് പറയുമ്പോൾ ആലോചിച്ചേക്ക്, കുളത്തിൽ ഒരു ചണ്ടി നിറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി ആ ചണ്ടി ഇങ്ങനെ കോരി എറിയുന്നത് പോലെയാണ് നമ്മളാകുന്ന മനുഷ്യന്മാര്. നമുക്കൊന്നും അഹങ്കരിക്കാൻ ഈ ലോകത്തിലില്ല എന്നതാണ് സത്യം. പിന്നെ എന്ത് കണ്ടിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി അൽഹംദുലില്ലാ നമ്മുടെ ഈ പരിപാടി വീഡിയോ കോളിലൂടെ ലൈവിൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ചെയ്യുന്ന എല്ലാവിധ സംരംഭങ്ങളിലും അള്ളാഹുവിന്റെ ബർക്കത്തും അള്ളാഹുവിന്റെ ബർക്കത്ത് അള്ളാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 12 വിഭാഗത്തിലാണ് നാളെ ഖബറിൽ നിന്ന് പരലോകത്തിലേക്ക് എഴുന്നേറ്റ് വരിക എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 12ാമത്തെ വിഭാഗം മാത്രം നമ്മൾ ആകാൻ പാടുള്ളൂ. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അള്ളാഹു നമ്മുടെ ഈ ദഅവത്തുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. നിങ്ങളുടെ ആമീൻ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على رسولك سيدنا وحبيبنا ومنجينا محمد صلى الله عليه وسلم കരുണക്കടലായ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ അമലെന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല റബ്ബേ തഖ്വ കുറഞ്ഞവരാണ് അല്ലാഹ് ഇഖ്ലാസ് കുറഞ്ഞവരാണ് റബ്ബേ ഈമാൻ കുറഞ്ഞവരാണ് റബ്ബേ അല്ലാഹ് നിന്റെ കരുണയല്ലാതെ ഞങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല റഹ്മാനേ അല്ലാഹ് ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഞങ്ങളുടെ ദഅവത്തുകളെ ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന സ്വതഖകൾ ഓതുന്ന ഖുർആനുകൾ ഞങ്ങൾ പറയുന്ന ദഅവത്തുകൾ ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് 10-20 വയസ്സോളമായി നാളെ പരലോകത്തേക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല റഹ്മാനേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ് ആ റബ്ബ് ചോദിക്കല്ലോ അനുബ്രിഹി ഫീമാ അഫ്നാ നിനക്ക് നൽകിയ ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് പറയുമ്പോൾ നിന്റെ ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ ദീനി പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവഴിച്ചെന്ന് പറയാ തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ റഹ്മാനേ തൗഫീഖ് നൽകണേ അല്ലാഹ് പടച്ച റബ്ബേ അല്ലാഹുവേ ഈ ലൈവ് നടക്കുമ്പോഴും റഹ്മാനായ റബ്ബേ എന്റെ ഒരു ശബ്ദം കേൾക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് റബ്ബേ വീഡിയോ കോൾ ചെയ്ത ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ റബ്ബേ ഇപ്പോഴും അല്ലാഹുവേ ദുആ പോലും ലൈവായി അവർ കേൾക്കുന്നു റഹ്മാനേ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെ ജോലികളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് അവരുടെ കുടുംബങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് അവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് നാളെ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു മുതൽ കൂട്ടാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ് അതിൽ ഉപ്പ രോഗിയായി കഴിയുന്നവരുണ്ട് റഹ്മാനേ ഈ ശിഫ നൽകണേ അല്ലാഹ് ഈ ശിഫ നൽകണേ അല്ലാഹ് ഈ ശിഫ നൽകണേ അല്ലാഹ് പടച്ച റബ്ബേ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനേ ഈ പ്രയാസം മാറ്റണേ അല്ലാഹ് ഈ ലൈവിലൂടെ ഈ പ്രോഗ്രാം കേൾക്കുന്നവർ റഹ്മാനേ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെ ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ് അനേകം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട് റബ്ബേ അവരെ റഹ്മാനേ റഹ്മാനും റഹീമുമായ റബ്ബേ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ് കടബാധ്യതകൾ മാറ്റണേ അല്ലാഹ് അല്ലാഹുവേ ലോണുമായി ബന്ധപ്പെട്ട് ഉസ്താദെ അത് വീടാൻ വേണ്ടിയിട്ട് ദുആ എടുക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ അത് വീടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനേ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ് അപകട മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ് ഞങ്ങളുടെ ഈമാൻ ഇബ്ലീസ് പോക്കറ്റ് അടിക്കുന്നതിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ് സലാമത്താക്കണേ അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തോട് കൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ സ്ഥാനവാസിക്കാൻ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരന്മാരാകുന്ന ദിൽഷാദിനെ അനുഗ്രഹിക്കണേ അല്ലാഹ് നവാസിനെ അനുഗ്രഹിക്കണേ അല്ലാഹ് ഉബൈദിനെ അനുഗ്രഹിക്കണേ അല്ലാഹ് അങ്ങനെ തുടങ്ങി ഞങ്ങൾ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട് അവരൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് വിദേശ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ കൂട്ടുകാരന്മാരുണ്ട് അവരുടെ ജോലികളിൽ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ് ഞങ്ങളുടെ പ്രവാസികളുണ്ട് റബ്ബേ ഞങ്ങളുടെ പരിപാടികൾക്കൊക്കെ അല്ലാഹുവേ സജീവമായി ഉസ്താദേ ഇനി എപ്പോഴാ പ്രോഗ്രാം ഉള്ളത് അപ്പോഴൊക്കെ ലൈവ് ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞ ഒരുപാട് പ്രവാസികളുണ്ട് അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ് ഈമാൻ സലാമത്താക്കണേ അല്ലാഹ് നോമ്പ് കബൂലാക്കണേ അല്ലാഹ് തറാവീഹുകൾ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ഇൽമുകളെ നാഫിയാക്കണേ അല്ലാഹ് അഹങ്കാരം തരല്ലേ റബ്ബേ കിബ്ർ തരല്ലേ അല്ലാഹ് ഞാനാണെന്ന് വലിയൊരുവനെന്നുള്ള ചിന്ത ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ് വിനയം നൽകണേ അല്ലാഹ് ആരുടെ മുമ്പിലും പോയി യാചിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ് ആരുടെ മുമ്പിൽ പോയി കൈ അല്ലാഹുവേ യാചിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനേ അല്ലാഹുവേ റമളാൻ ഞങ്ങൾക്ക് അനുകൂലാക്കണേ അല്ലാഹ് اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.